أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصافات صفا فالزاجرات زجرا فالتاليات ذكرا إن إلهكم لواحد رب السماوات والأرض وما بينهما ورب المشارق إنا زينا السماء الدنيا بزينة الكواكب وحفظا من كل شيطان مارد لا يسمعون إلى الملأ الأعلى ويقذفون من كل جانب دحورا ولهم عذاب واصب إلا من خطف الخطفة فأتبعه شهاب ثاقب فاستفتهم أهم أشد خلقا أم من خلقنا إنا خلقناهم من طين لازب بل عجبت ويسخرون وإذا ذكروا لا يذكرون وإذا رأوا آية يستسخرون وقالوا إن هذا إلا سحر مبين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1565 ദിവസത്തിലേക്ക് എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 37ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാഫാത്തിൻ്റെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള രണ്ടാം ദിവസ ചർച്ചയാണിന്ന്. ചർച്ചക്കാരൻ പങ്കെടുക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലൂ ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ. അയിദാ മിത്നാ വകുന്നാ തുറാബന വഇലാമന ഇന്നാ ലമബ്ഊസൂൻ അവ ആബാഉനൽ അവ്വലീൻ. ഖുൽ നഅം വഅൻതും ദാഖിറൂൻ فإنما هي زجرة واحدة فإذا هم ينظرون وقالوا يا ويلنا هذا يوم الدين هذا يوم الفصل الذي كنتم به تكذبون احشروا الذين ظلموا وأزواجهم وما كانوا يعبدون من دون الله فاهدوهم إلى صراط الجحيم وقفوهم إنهم مسؤولون ما لكم لا تناصرون بل هم اليوم مستسلمون وأقبل بعضهم على بعض يتساءلون. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സൂറത്ത് സ്വാഫാത്തിന്റെ പഠനം പൂർത്തീകരിച്ചതിനെ തുടർന്ന് നമ്മൾ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാനും ചോദ്യങ്ങൾ ഇന്നലത്തെ സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യുകയുണ്ടായി. തുടർന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോ പരിഗണിക്കുന്നത്. ഒരു ചോദ്യം ഇങ്ങനെയാണ്: മറ്റു ദൈവങ്ങളെ ഉപയോഗശൂന്യം എന്ന് പറയുന്ന അള്ളാഹു ആരെയാണ് സഹായിച്ചിട്ടുള്ളത്? അള്ളാഹു ആരെയെങ്കിലും സഹായിച്ചതായോ ഉപദ്രവിച്ചതായോ കാണിക്കാൻ കഴിയുമോ എന്നാണ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. മറ്റു ദൈവങ്ങളെ ഉപയോഗശൂന്യം എന്ന് അള്ളാഹു പറയുന്നത് മനസ്സിലാക്കാൻ
ആർക്കും തന്നെ യാതൊരു ഒരു പ്രയാസമുള്ള ഒരു കാര്യമല്ല. ചരിത്രത്തില് ഏതോ ഒരു ഘട്ടത്തില് മനുഷ്യരുടെ തന്നെ കൈകൾ പ്രവർത്തിച്ചുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് ഈ പരാമർശിക്കപ്പെടുന്ന മറ്റ് ദൈവങ്ങൾ. അത് വിഗ്രഹങ്ങളായാലും ആൾദൈവങ്ങളായാലും അതിനൊക്കെ തന്നെ ഒരു മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു എക്സ്പയറി ഡേറ്റും ഉണ്ട്. അത് തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഏറ്റവും വളരെ ലളിതമായ ഒരു സത്യം, അവയൊന്നും ദൈവമായിരുന്നില്ല, ദൈവങ്ങളായിരുന്നില്ല. അത് മറ്റെന്ത് പേര് അതിനെ വിളിച്ചാലും ദൈവം അല്ലെങ്കിൽ ദൈവങ്ങൾ എന്ന പേര് വിളിക്കപ്പെടാൻ അർഹതയുള്ളവരല്ല അതൊന്നും തന്നെ എന്നത് ആർക്കും മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. പല വ്യാഖ്യാന വിശദീകരണങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവ പ്രതീകാത്മകമായി ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നൊക്കെ പറയലേ ഉള്ളൂ. അതല്ലാത്ത ദിവ്യത്വമൊന്നും അതിനടങ്ങിയിട്ടില്ല. ഇനി എന്തെങ്കിലും ദിവ്യത്വം ക്ലെയിം ചെയ്യുന്നവർ തന്നെ ഈ പ്രപഞ്ച സാകല്യത്തിന്റെ സ്രഷ്ടാവിനെ അവ പ്രതിനിധീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമേ അത് പറയുള്ളൂ. അപ്പൊ ദൈവം ആരാണ് യഥാർത്ഥത്തില്? അത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശക്തിയാണ്, വേറെ ദൈവമൊന്നുമില്ല. ആ ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പല വിധത്തിലുള്ള ബഹുദൈവ സങ്കല്പങ്ങളും ആശയങ്ങളും ഒക്കെ പ്രയോഗത്തില് ആളുകൾ കൊണ്ടുവരുന്നത്. അപ്പോ അവയൊന്നും ദൈവമല്ല എന്ന് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന, ഖുർആൻ പറയുന്ന കാര്യം കൂടുതൽ വിശദീകരണം ആവശ്യമില്ല, വളരെ വ്യക്തമാണത്. കാരണം നേരത്തെ ഉണ്ടായിരുന്നില്ലാത്ത, ഒരു ഘട്ടത്തിലുണ്ടായ, പിന്നീട് ഇല്ലാതായ, അല്ലെങ്കിൽ ഇല്ലാതാകുന്ന, ആയിക്കൊണ്ടിരിക്കുന്ന ഒക്കെ പ്രതിഭാസങ്ങളാണ് ഇതൊക്കെയും തന്നെ. അപ്പോ അങ്ങനെയുള്ള ഒരു സംഗതിക്കല്ല ദൈവം എന്ന് പറയുക. ദൈവം എന്നത് ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായ, അതിന്റെ സകല സംഗതികളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ശക്തിയെയാണ് ദൈവം എന്ന് പറയുക. ഇനി അള്ളാഹു ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നതാണ് ഈ ചോദ്യം ഉന്നയിച്ച ആളുടെ സംശയം. അള്ളാഹു സഹായിച്ചത് കൊണ്ടാണ് ഈ ചോദ്യം ഉന്നയിച്ച ആൾക്ക് ഈ ചോദ്യം ഉന്നയിക്കാൻ പോലും സാധിച്ചിട്ടുള്ളത്. അയാളുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത്, അയാളുടെ കൈകൾ ചലിക്കുന്നത്, അയാളില് ചോദ്യങ്ങൾ രൂപപ്പെടുന്നത്, അയാളുടെ ഓരോ പ്രവർത്തനവും പടച്ച തമ്പുരാന്റെ സ്രഷ്ടാവായ ദൈവത്തിന്റെ നടപടി കാരണമായിട്ട് മാത്രമുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം ശ്വസിക്കുന്നുണ്ടോ? അത് ദൈവത്തിന്റെ സഹായമാണ്. അദ്ദേഹം കുടിനീരിറക്കുന്നുണ്ടോ? അത് ദൈവത്തിന്റെ സഹായമാണ്. അദ്ദേഹത്തിന് ഭക്ഷണം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? അത് ദൈവിക സഹായമാണ്. ദൈവിക സഹായം ഈ മേഖലകളിലുള്ളതൊക്കെ പിൻവലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും പ്രവർത്തനക്ഷമമാവില്ല. കാരണം ചില ആളുകൾ ശ്വസിക്കുന്നത് നിർത്തുന്നുണ്ട്, കുടിക്കുന്നതും തിന്നുന്നതും നിർത്തുന്നുണ്ട്, ഭക്ഷണം അതുപോലെ ജീവിത സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതൊക്കെ അവസാനിപ്പിക്കുന്നുണ്ടല്ലോ, നമ്മൾ കാണുന്നില്ലേ അത്? അപ്പോ അതിന്റെ അർത്ഥം ഈ സംഗതികള് പ്രവർത്തനക്ഷമമാവുന്നത് തന്നെ അവയെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു പ്രപഞ്ചനാഥൻ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ്. ഇനി എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത് ദൈവം സഹായിക്കുന്നു എന്നതിന്? എത്രയോ കാര്യങ്ങളില് നമ്മളല്ല അതിന് യഥാർത്ഥത്തിൽ നമ്മളുടെ ആലോചനയോ ആസൂത്രണമോ അല്ല ഒരു സംഗതി നടപ്പിലാകുന്നതിന് വേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ പുറകിലുള്ള ഒരു ദിവ്യശക്തിയാണ് കാര്യങ്ങൾ ചരടുവലികൾ നടത്തുന്നതും കരുനീക്കങ്ങൾ നടത്തുന്നതും എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സംഗതികളും തന്നെ. അപ്പോ ഈ ചോദ്യം ഉന്നയിച്ച ആളുടെ ശരീരത്തില് രക്തം അങ്ങനെ ധമനികളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അത് അയാളാണോ അങ്ങനെ ചെയ്യുന്നത്? ആരാണ് അത് ചെയ്യുന്നത്? എന്റെ ശരീരത്തിലെ രക്തം ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാരണമായല്ല, ഞാനല്ല അതിന്റെ ആസൂത്രകൻ എന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുപോലെ ചോദ്യം ഉന്നയിച്ച ആൾക്കും ബോധ്യം ഉണ്ടാവും. ഒരൊറ്റ മണിക്കൂർ നേരത്തേക്ക് അയാളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിലേക്ക് രക്തം പ്രവഹിക്കുന്ന ആ സർക്കുലേഷൻ ബ്ലോക്കായി നോക്കുക, ആ ഭാഗം ശരീരം കഠിനമായ വേദന അനുഭവപ്പെടുകയും മരവിച്ചു പോവുകയും ഒരു നംബ്നെസ്, തരിപ്പ് ഉണ്ടായി, പിന്നെ അയാൾക്ക്
വലിയ അസ്വസ്ഥതയും പ്രയാസവും ഉണ്ടാവുന്നത് നമുക്ക് കാണുന്നില്ലേ? എത്രയോ രോഗികൾ അങ്ങനെയുണ്ട്. ഇപ്പൊ കൈക്ക് തരിപ്പും കടച്ചിലും വരിക, അല്ലെങ്കിൽ മരവിച്ച പോലെ ആവുക, രക്തത്തിന്റെ ചലനം ഇല്ലാണ്ടാകുക. അപ്പൊ രക്തം ചലനം ഇല്ലാണ്ടായതിന്റെ കാരണം എന്താണ്? നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതാണ് ആലോചിക്കേണ്ടത്. അപ്പോ രക്തം ചലിക്കുമ്പോ ശരീരത്തിലൂടെ ധമനികളിലൂടെ രക്തം ചലിക്കുമ്പോ അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നല്ലേ അതിന്റെ സൂചന? ആരാണ് അതിനുള്ള ആസൂത്രണം നടത്തിയിട്ടുള്ളത്? ആ ജീവിക്കുന്ന വ്യക്തിയാണോ? അതല്ല അവന് അവനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനാണോ? എനിക്ക് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്, എന്റെ കൈകളിലൂടെ സിരകളിലൂടെ രക്തം ചലിക്കുന്നത് എന്റെ ഒരു സാമർഥ്യം കാരണമായിട്ടല്ല, ഞാൻ ആസൂത്രണം ചെയ്തത് കൊണ്ടല്ല. നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ബോധ്യപ്പെടാൻ യാതൊരു പ്രയാസവും നേരിടുകയില്ല. ഞാനല്ല ഇതിന്റെ ആസൂത്രകൻ എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടും. അതുകൊണ്ട് കാര്യങ്ങളെ യുക്തിയുക്തമായിട്ട് സമീപിക്കുക, അപ്പോ മനസ്സിലാവും. അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ്. മുത്തുച്ചിപ്പിയിൽ സംരക്ഷിച്ച പോലെയുള്ള ബാലന്മാരും സ്ത്രീകളും മദ്യപ്പുഴയും ഭക്ഷണപാനീയങ്ങളും ഒക്കെ പറഞ്ഞ് മനുഷ്യരെ പ്രലോഭിപ്പിക്കുന്ന ദൈവം അത് ഒരു അത് പ്രകടിപ്പിക്കുന്നില്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഇതിൽ എന്താണ് അസ്വാഭാവികത ഉള്ളത് എന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് മനുഷ്യനും വളരെ ഓണസ്റ്റ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സംഗതിയൊക്കെ അവർക്ക് വലിയ ഇഷ്ടമുള്ള സംഗതികളാണ്. നല്ല ആകർഷകത്വമുള്ള, കണ്ണിന് ഇമ്പം പകരുന്ന വിധത്തിലുള്ള പിഞ്ചുമക്കള് ആർക്കാണ് ഇഷ്ടമില്ലാണ്ടിരിക്കുക? ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അങ്ങനെയുള്ള ബാലികാ ബാലന്മാര് കണ്ണിന് ആനന്ദം പകരുന്ന ഒരു അനുഭവം തന്നെയാണല്ലോ. മാതാപിതാക്കൾക്കും അടുത്ത ആളുകൾക്കും ഒക്കെ എന്തായാലും അത്തരം കാഴ്ചകളും അനുഭവങ്ങളും വലിയ ഇഷ്ടമായിരിക്കും. സ്ത്രീകള് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള വലിയ ആനന്ദം ലഭിക്കുന്ന ഒരു കാഴ്ചയും അനുഭവവും ഒക്കെയാണ് സ്ത്രീകള്. തീർച്ചയായിട്ടും ആ വിധത്തിലാണ് അള്ളാഹു സ്ത്രീകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുപോലെ മദ്യപ്പുഴ എന്ന് പറയുന്നത് ഒരു അതിശയോക്തിയായിട്ട് കാണാം. എന്തായാലും നമുക്ക് ആനന്ദം പകരുന്ന വിധത്തിലുള്ള പാനീയം, അതുകൊണ്ട് ബുദ്ധിഭ്രംശം വരാത്ത, നമുക്ക് മനസ്സിനും ശരീരത്തിനും വലിയ ആനന്ദം പകരുന്ന ഒരു പാനീയമാണ് അതെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാവർക്കും ഇഷ്ടാവും. അതിനെന്താണ്? ഭക്ഷണ പദാർത്ഥങ്ങളും അങ്ങനെയാണ്. നല്ല ഭക്ഷണത്തെ കുറിച്ചുള്ള വിവരണം നൽകിയാൽ പോലും ആളുകളുടെ വായിൽ വെള്ളമൂറുമല്ലോ. ഇത് സ്വാഭാവികമാണ്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടങ്ങൾ ഉണ്ട് എന്ന വിധത്തിൽ തന്നെയാണ്. ഈ വക ഇഷ്ടങ്ങൾ അവരിൽ പ്രവർത്തനക്ഷമമാണ് എന്ന വിധത്തിലാണ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ മനുഷ്യന് ഓഫർ ചെയ്യുക എന്നതിൽ എന്താണ് തെറ്റുള്ളത്? മനുഷ്യന് ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും ഒക്കെ ആയ സംഗതികളാണ് ഇതൊക്കെ. അതിനെന്താ പ്രശ്നം? ഇത് ഓഫർ ചെയ്തുകൊണ്ട് ജനങ്ങളെ പ്രലോഭിപ്പിച്ച് മനുഷ്യരെ മതത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൈവം എന്നാണ് ദൈവം ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ, അതിനെന്താണ്? അതാണ് സത്യമെങ്കിൽ എന്താ പ്രശ്നം? സൃഷ്ടാവായ ദൈവം ഉണ്ട് എന്നത് സത്യമാണ് എങ്കിൽ, മനുഷ്യന് ഇത്തരം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഉണ്ട് എന്നത് സത്യമാണ് എങ്കിൽ, എന്താണ് ഈ കാര്യങ്ങള് മനുഷ്യന് ഓഫർ ചെയ്യുന്നതിൽ കുഴപ്പമുള്ളത്? മനുഷ്യനോടിപ്പോ ഏതെങ്കിലും വേറെ ഏതെങ്കിലും സ്പീഷീസിൽ പെട്ട ജീവജാലങ്ങൾക്ക് ഇപ്പോ ഉദാഹരണത്തിന് ഭക്ഷണം കഴിച്ചുള്ള എച്ചിലും വേസ്റ്റും ഒക്കെ ഉണ്ടല്ലോ, മത്സ്യവും മാംസവും ഒക്കെ കഴിച്ചതിന്റെ അവശിഷ്ടങ്ങള്, അത് കാത്തിരിക്കുന്ന ജീവികള് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇല്ലേ? അപ്പൊ അത് കൊടുക്കാന്നാണോ പറയേണ്ടത് മനുഷ്യനോട്? അല്ലല്ലോ. ഒരു പൂച്ചയെ നായയെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളത് കൊണ്ടിട്ട് കൊടുത്താല് അത് വാലാട്ടി വലിയ താല്പര്യപൂർവ്വം ഓടി വരും, അത് കഴിക്കും. അവർക്ക് അതിൽ വലിയ സംതൃപ്തി ഉണ്ട്. അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാമെന്നാണോ പിന്നെ മനുഷ്യനോട് പറയേണ്ടത്? മനുഷ്യൻ എന്താണോ തൃപ്തി ഉണ്ടാകുന്നത്, സന്തോഷം ഉണ്ടാകുന്നത്, അത് ആണ് അള്ളാഹു ഓഫർ ചെയ്യുന്നത്. കാരണം അള്ളാഹുവിന് മനുഷ്യന്റെ പ്രകൃതം അറിയാം. ഇതിലെ വിഷയം അള്ളാഹു ഏതൊരു സംഗതിയിലേക്കാണോ ആളുകളെ ക്ഷണിക്കുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നത് മാത്രമാണ്.
ബാക്കിയുള്ളത് ഈ ചോദ്യം ഉന്നയിച്ച ആളും ഈ വക സംഗതികളൊക്കെ ഒരു ചാപല്യമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾ തന്നെ ആയിരിക്കും. അതിലൊരു സംശയവുമില്ല. മനുഷ്യനാണെങ്കിൽ ഈ വക താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകും. അത് ലഭിക്കും എന്നുള്ളത് അയാൾക്കൊരു പ്രചോദനം ആവുകയും ചെയ്യും. അതിനെന്താ കുഴപ്പമുള്ളത്? അത് ഒരു അസ്വാഭാവികത പ്രകടമാക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഒരു അസ്വാഭാവികതയും അതിലില്ല. അള്ളാഹുവിന് മനുഷ്യന്റെ പ്രകൃതം അറിയാം, മനുഷ്യന്റെ തൃപ്തി എന്തിലൊക്കെയാണ് എന്നുള്ളത് അറിയാം. അത് അനുസരണയുള്ള ദാസന്മാർക്ക് നൽകാം എന്ന് അള്ളാഹു ഓഫർ ചെയ്യുന്നു. അതിലെന്താ തെറ്റുള്ളത്? അതിലെന്താ അസ്വാഭാവികത ഉള്ളത്? ഒന്നുമില്ല. ഇത് ഞാനോ നിങ്ങളോ ഓഫർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പല സ്വാർത്ഥതയുമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പോ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയമാണ്. എല്ലാവരും മുഖത്തൊരു ചിരിയൊക്കെ കൊണ്ട് നടക്കണ കാണാം. നേരത്തെ ഇല്ലാത്ത ചിരിയൊന്നും അങ്ങനെ പ്രകടമായിട്ടുണ്ടായിരുന്നില്ലാത്ത മുഖങ്ങളിലൊക്കെ ഇപ്പൊ ചിരിയാണ്. ചായക്ക് വിളിക്കുന്നു, അതുപോലെ ലോഗ്യം കൂടാൻ വിളിക്കുന്നു. ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു പ്രവണതയാണ്. ഈ തെരഞ്ഞെടുപ്പിന് ഒക്കെ വരുമ്പോൾ ഉണ്ടാവണ ഒരു ഇങ്ങനെ എന്തെങ്കിലും താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ ചിലര് മറ്റു ചിലരോട് പറയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന സംഗതിയൊക്കെ ശരിയാണ്. അയാൾ എന്താ ഇന്നലെ ഒന്നും എന്നോട് അങ്ങനെ ചിരിക്കാറുണ്ടായിരുന്നില്ലല്ലോ, ഇന്നിപ്പോ എന്താ ചിരിക്കുന്നത്, അതിലെന്തോ ഒരു അസ്വാഭാവികത ഉണ്ടല്ലോ എന്നൊക്കെ മനുഷ്യർ ആലോചിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പടച്ച തമ്പുരാന്റെ കാര്യത്തില് എന്താ സ്വാഭാവികതയാണ് അതിലുള്ളത്? അവനാണ് നമുക്ക് ജീവൻ തന്നത്, അവനാണ് നമുക്ക് ശ്വസിക്കാൻ സൗകര്യം ഒരുക്കി തന്നത്, നമ്മുടെ രക്തധമനികളിലൂടെ രക്തം സഞ്ചരിക്കാൻ കാരണമാക്കി അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അവനാണ്. നമുക്ക് വിശപ്പ് ഉണ്ടാക്കിയത് അവനാണ്, വിശപ്പിന് പരിഹാരം ഉണ്ടാക്കി തന്നത് അവനാണ്. ദാഹം ഉണ്ടാക്കി തന്നത് അവനാണ്, ദാഹത്തിനുള്ള പരിഹാരം ഉണ്ടാക്കി തന്നത് അവനാണ്. നമ്മുടെ ശാരീരികമായ ചോദനകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് അവനാണ്. അതിനുള്ള നിവൃത്തി ഉണ്ടാക്കാനുള്ള വഴികളും തുറന്നു തന്നത് അവനാണ്. അതുകൊണ്ട് ഞാൻ അതിൽ യാതൊരുവിധ അസ്വാഭാവികതയും കാണുന്നില്ല. അടുത്ത ചോദ്യം, ചെറുപ്രായത്തിൽ തന്നെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ആഖിറത്തിനെ സംബന്ധിച്ച പ്രതീക്ഷകളും ഭീതിയും കാരണമാണ് ഇസ്ലാമിക വിശ്വാസികൾ ഈ കാലഘട്ടത്തിന് അനുരൂപമല്ലാത്ത പല കാര്യങ്ങളും പാലിക്കുന്നത് എന്നതല്ലേ ശരി എന്നതാണ് ചോദ്യം. എന്നതല്ല ശരി എന്നതാണ് ഉത്തരം. അപ്പോ ചെറുപ്രായത്തിൽ തന്നെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ആഖിറത്ത്, അതുകൊണ്ടാണ് ഇസ്ലാമിക വിശ്വാസികൾ ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ലാത്ത അനുരൂപമല്ലാത്ത പല കാര്യങ്ങളും പാലിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അവർ പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ചോദ്യം ഉന്നയിച്ച ആള് അംഗീകരിച്ചു കഴിഞ്ഞു അല്ലെ? ചെറുപ്രായത്തിൽ തന്നെ ആഖിറത്തിനെ കുറിച്ചുള്ള ബോധം അവരിൽ ഉണ്ടായത് കൊണ്ടാണ് എന്നതും അംഗീകരിച്ചു. മതിയല്ലോ. ഇനി എന്താണ് പ്രശ്നം? എന്താണ്? തീർച്ചയായിട്ടും അത് ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ചെറുപ്രായത്തിൽ തന്നെ ആഖിറത്തിനെ കുറിച്ച് ബോധമുള്ളത് കൊണ്ടാണ്, അങ്ങനെ ബോധം അവരുടെ മനസ്സിൽ കരുപ്പിടിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് അയൽവാസിയെ ദ്രോഹിക്കാതിരിക്കുന്നത്, മറ്റൊരാളുടെ അവകാശം പിടിച്ചു പറിക്കാതിരിക്കുന്നത്, അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കാതിരിക്കുന്നത്, സത്യസന്ധത ജീവിതത്തിലുടനീളം നിലനിർത്തി പോരുന്നത്, മാതാപിതാക്കൾക്ക് സ്നേഹവും ബഹുമാനവും കൊടുക്കുന്നവരായി മാറുന്നത്, സമൂഹത്തിന് ഉപകാരമുള്ളവനായിട്ട് ജീവിക്കുന്നത്, അതുപോലെ മടിയനല്ലാതെ അധ്വാനശീലമുള്ളവനായിക്കൊണ്ട് സ്വന്തം ആവശ്യങ്ങൾക്കും കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കും ഒക്കെ വേണ്ടി അധ്വാനിച്ച് കാശുണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നത് ഒക്കെ ഈ കാരണത്താലാണ്. കാരണം ഇതില് ചതി ചെയ്താൽ, വഞ്ചന ചെയ്താൽ, കളവ് നടത്തിയാൽ, കവർച്ച നടത്തിയാൽ ആഖിറത്തില് അള്ളാഹു തീർച്ചയായും പിടികൂടും എന്ന കൃത്യമായ ബോധ്യം മുസ്ലിങ്ങൾക്കുണ്ട്. അത് സത്യവുമാണ്. അതുകൊണ്ടാണ് അവർ ഈ മര്യാദകളൊക്കെ പാലിക്കുന്നത്. അത് വേണ്ടതുമാണ്. അതില്ലാത്തത് കൊണ്ടാണ് ഈ ചോദ്യം ഉന്നയിച്ച ആളുകളോ അല്ലെങ്കിൽ അയാളുടേതുപോലെയുള്ള നിലപാടുകളുള്ള ആളുകളോ ഒക്കെ തന്നെ സമൂഹത്തിന് വലിയ ഭാരമായിട്ട് മാറുന്നത്, സമൂഹത്തിന് വലിയ ദ്രോഹമായിട്ട് മാറുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്തായത് കൊണ്ട് മാത്രം ഈ വാല്യൂസ് ഉണ്ടാവണം എന്നില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ ഈ വാല്യൂസ് പഠിപ്പിക്കപ്പെടാത്ത ആളുകളുണ്ടല്ലോ. അവര് സമൂഹത്തിന് വലിയ ദ്രോഹം ചെയ്യുന്നവരായി മാറുന്നുണ്ടല്ലോ. എല്ലാ സമൂഹങ്ങളുടെയും കാര്യം അതാണ്. മുസ്ലിമോ അമുസ്ലിമോ ഒന്നൊന്നുമില്ല. ജീവിതത്തിൽ കരുപ്പിടിപ്പിക്കപ്പെടുന്ന ജീവിത ദർശനം എന്താണോ അതിനനുസരിച്ചാണ് ആളുകൾ അവരുടെ ജീവിതത്തിനെ ക്രമീകരിക്കുക. ഉത്തരവാദിത്വ ബോധം ഉണ്ടാകുക. നമ്മള്
ആളുകളുടെ അടുക്കൽ വന്ന് കൈനീട്ടി യാചിച്ച് വോട്ട് വാങ്ങി പോയിട്ട് പിന്നെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഘട്ടത്തില് നന്ദി കെട്ട വിധത്തിൽ പെരുമാറുകയോ അല്ലെങ്കിൽ ഔദ്ധത്യം കാണിക്കുകയോ ജനങ്ങളെ പരിഗണിക്കാതിരിക്കുകയോ ചെയ്യുന്ന എത്രയോ ആളുകൾ ഈ രാജ്യത്തില്ലേ? അതിന്റെ കാരണം എന്താ? ആഖിറത്തിൽ അള്ളാഹു അവരെ വിചാരണ ചെയ്യും എന്ന ബോധമില്ലാത്തതുകൊണ്ടാണ്. വ്യക്തമാണല്ലോ. അപ്പൊ അത് തെറ്റായ ഒരു സംഗതിയല്ല, അത് ആവശ്യമായ ഒരു സംഗതിയാണ്. അപ്പോ അത് കരുപിടിപ്പിക്കേണ്ടത് തന്നെയാണ് എന്നതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ മനുഷ്യഭാവനയിലെ സ്വർഗനരകങ്ങൾക്ക് എന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവ് കണ്ടെത്തപ്പെട്ടിരിക്കുന്നോ എന്നാണ് ചോദ്യം. സ്വർഗനരകങ്ങൾക്ക് തെളിവുണ്ട്. അതിന് ശാസ്ത്രം എന്ന് പറയുന്ന അതിന്റെ പരീക്ഷണശാലകളോ അതുപോലെയുള്ള സംഗതികളോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വീട്ടില് വസ്ത്രം തേക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് അയണില്ലേ ഉണ്ടല്ലോ, അതൊന്ന് ഓൺ ചെയ്ത് വെക്കുക. അതിന്റെ മാക്സിമം ഹീറ്റ് ആക്കി വെക്കുക. എന്നിട്ട് നന്നായി ചൂടായതിനു ശേഷം ഒരു 10 മിനിറ്റ് നേരം നിങ്ങളുടെ വിരല് അല്ലെങ്കിൽ കൈ ഒന്ന് അതിൽ പ്രസ് ചെയ്ത് പിടിക്കും. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും നരകം യാഥാർത്ഥ്യമാണ് എന്നത്. അല്ലേ? ഒരു ഇസ്തിരിപ്പെട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയും ഗംഭീരമായ അനുഭവമാണ് ലഭിക്കുന്നതെങ്കിൽ ഇസ്തിരിപ്പെട്ടിയുടെ കോടിക്കണക്കിന് ഇരട്ടി താപനിലയുള്ള ഒരു നരകം എന്ന സംവിധാനം അത് എത്രത്തോളം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്നതൊന്ന് ആലോചിച്ച് നോക്കുക. വർദ്ധിപ്പിക്കാൻ പറ്റുമല്ലോ ഹീറ്റ്, അല്ലേ? ഇസ്തിരിപ്പെട്ടിയുടെ താപനില എന്ന് പറയുന്നത് വളരെ പരിമിതല്ലേ. അത് ലോകത്ത് ഏറ്റവും ചൂട് കൂടിയ തീയല്ലല്ലോ, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന താപനിലയല്ലല്ലോ. അത് വർദ്ധിപ്പിക്കാൻ പറ്റും, എത്രയും വർദ്ധിപ്പിക്കാം. ശരിയല്ലേ? അപ്പൊ നരകം ഉണ്ട് എന്നുള്ളതിനുള്ള ശാസ്ത്രീയമായ തെളിവാണത്. മറ്റൊന്ന്, നിങ്ങൾ സ്വർഗം ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവാണല്ലോ ചോദിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു 500-1000 രൂപ വിലയുള്ള ഒരു ഗിഫ്റ്റ് തന്നു എന്ന് വെക്കുക. നിങ്ങൾക്ക് സന്തോഷാവുമല്ലോ, ഉറപ്പല്ലേ? ഈ സന്തോഷം എത്രയും മൾട്ടിപ്ലൈ ചെയ്തൂടെ? ഒന്നാലോചിച്ച് നോക്കൂ. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയ എഡിഷൻ ഐഫോൺ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു. അതിൽ ഇപ്പൊ കാണാൻ പറ്റിയ ഒരു ആഡിൽ കണ്ട് 7 കോടിന്റെ മുകളിൽ വിലയുള്ള ഐഫോൺ. എത്ര ആവട്ടെ. അപ്പോ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഗിഫ്റ്റ് തന്നാൽ ആദ്യം നിങ്ങൾക്ക് 1000 രൂപയോ മറ്റോ വിലയുള്ള ഗിഫ്റ്റ് തന്നപ്പോൾ ഉണ്ടായ സന്തോഷത്തെക്കാൾ ഏറെ നിങ്ങൾക്ക് പുതിയ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ സന്തോഷം അനുഭവപ്പെടൂലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി വേറൊരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങള് ആഗ്രഹിച്ച തൃപ്തിപ്പെട്ട ഒരു 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 പെൺകുട്ടിയെ നിങ്ങൾ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് പറ്റി നോക്കുക. നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ? നിങ്ങൾ കൊതിച്ച, നിങ്ങൾ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റിയെന്ന വലിയ സന്തോഷമായിരിക്കും, ആണല്ലോ. കൂടെ ജീവിക്കാൻ തുടങ്ങി കുറച്ച് ദിവസങ്ങളൊക്കെ പിന്നിടുമ്പോഴാണ് നിങ്ങൾക്ക് അവളിൽ പല അതൃപ്തിയുമുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുക. പലതും ഉണ്ടാവും. രണ്ടാളുകളല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും 100% ഒന്നും തൃപ്തിയായിക്കൊള്ളുന്നില്ല. പല അതൃപ്തികളും ഉണ്ടാവും. ചിലപ്പോൾ ഈ അതൃപ്തിയൊക്കെ ഇങ്ങനെ വർദ്ധിച്ച് വളർന്നു വരും. അങ്ങനെ അത് നിങ്ങൾക്ക് വലിയൊരു അസ്വസ്ഥത, ഇറിറ്റേഷനൊക്കെ ആയി മാറിയെന്ന് വരും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. മനുഷ്യ സഹജമായ പല കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോ നിങ്ങൾ ആഗ്രഹിച്ച പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നത് നിങ്ങളിൽ ആനന്ദം ഉണ്ടാക്കിയല്ലോ, അല്ലേ? അങ്ങനെ നിങ്ങൾ കണ്ടെത്തിയ ഒരു പെൺകുട്ടി നിങ്ങളുടെ ഭാവനയിലുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾക്ക് ഭാവനയിൽ പോലും കാണാൻ കഴിയാത്ത അത്രയും നിങ്ങളെ ആനന്ദിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കുട്ടിയെയാണ് നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റിയതെങ്കിലോ, ആ പെൺകുട്ടി കൂടെ ജീവിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങളിൽ യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതയും സൃഷ്ടിക്കുന്നില്ല എങ്കിലോ നിങ്ങളുടെ ആനന്ദവും സന്തോഷവും ഒക്കെ ഒരുപാട് വർദ്ധിക്കൂലേ? ഇതുപോലെ സന്തോഷം എത്രയും വർദ്ധിപ്പിക്കാൻ കഴിയും. ശാരീരികവും മാനസികവുമായ വിഷമം എത്രയും കൂടാൻ സാധ്യതയുള്ള പോലെ സന്തോഷവും വളരെ കൂടുതലാക്കി മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോ സന്തോഷവും അതുപോലെ ശാരീരികവും മാനസികവുമായ പ്രയാസവും ഒക്കെ
മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഗതി ആണ് ഈ അനുഭവമെങ്കിൽ അതാണ് നിങ്ങൾക്ക് നരകവും സ്വർഗവും യാഥാർത്ഥ്യമാണ് എന്നതിനുള്ള ശാസ്ത്രീയമായ തെളിവായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ എല്ലാ സന്തോഷങ്ങളും ഒരേ വലിപ്പമുള്ളതല്ലല്ലോ. അല്ലല്ലോ. ചില സന്തോഷങ്ങൾ കൂടുതലും ചിലത് കുറവും ഒക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ സന്തോഷം കൂട്ടാൻ കഴിയും, കുറവുള്ളതാവും എന്നതൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. വേദനകളും എല്ലാ വേദനകളും ഒരേപോലെയല്ല. ചിലത് വലിയ വേദനയാണ്, ചിലത് ചെറിയ വേദനയാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പൊ വേദന കൂടാനും കുറയ്ക്കാനും സാധിക്കും. കുറഞ്ഞതും ഉണ്ടാവും, കൂടിയതും ഉണ്ടാവും. ഈ ഒരു സംഗതിയാണ് നിങ്ങൾക്ക് നരകവും സ്വർഗവും യാഥാർത്ഥ്യമാണ് എന്നത് മനസ്സിലാക്കാനുള്ള ഒരു തെളിവായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ ഈ നരകവും സ്വർഗവും നേരിട്ട് കാണലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശാസ്ത്രീയമായ തെളിവ് എങ്കിൽ ഈ ദുനിയാവൊന്നും നിങ്ങൾക്ക് അതിന് കഴിയില്ല കേട്ടോ. അത് അന്വേഷിച്ച് നടക്കണ്ട. അതിന് പടച്ചവൻ നിശ്ചയിച്ചൊരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ കൺമുന്നിൽ, എന്റെ കൺമുന്നിലൊക്കെ അത് താനെ വന്നോളും. മറ്റൊന്ന് ഷജറത്തു സഖൂം, അതുപോലെ റുഊസു ഷയാത്തീൻ, ഈ പ്രയോഗങ്ങൾ നമ്മൾ സൂറത്ത് സഫാത്തിൽ ഇത് കാണുകയുണ്ടായി. ഷജറത്തു സഖൂം എന്ന നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വൃക്ഷത്തെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. അതിന്റെ ശിഖരങ്ങളെ കുറിച്ച്, ത്വൽഇനെ കുറിച്ച്, അതിന്റെ നാമ്പിനെ കുറിച്ച് റുഊസു ഷയാത്തീൻ, ഷയാത്തീന്റെ ശിരസുകൾ എന്ന വിധത്തില് പരാമർശിക്കുന്നതും നമ്മൾ കണ്ടു. അപ്പൊ ഇതിനെ കുറിച്ചാണ് ചോദ്യം. കേൾക്കുന്നവർക്ക് കാര്യം എളുപ്പത്തിൽ മനസ്സിലാവാനാണല്ലോ ഉപമ പറയുന്നത്. മനുഷ്യന് പരിചയമില്ലാത്ത സഖൂമിനെ അതേ ഗണത്തിൽപ്പെട്ട പിശാചിന്റെ തലയോട് ഉപമിച്ചാൽ കാര്യം മനസ്സിലാക്കാൻ ഒക്കുമോ എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രണ്ട് പ്രയോഗങ്ങള്, ഷജറത്തു സഖൂം എന്ന് പറയുമ്പോൾ ഷജറത്ത് മനുഷ്യന് പരിചയമുള്ളതാണ് അല്ലെ. സഖൂം എന്നതും അറബികളെ സംബന്ധിച്ചിടത്തോളം പരിചയമുള്ള ഒരു വൃക്ഷമാണ്. നമ്മളെ നാട്ടിൽ തേര് എന്നൊക്കെ പറയുന്ന ഒരു വൃക്ഷം, അറേബ്യയില് തിഹാമ എന്നാണ് തോന്നുന്നുണ്ട് ഞാൻ നിങ്ങളോട് പരാമർശിച്ചത്. ആ പ്രദേശത്ത് കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ്. അതിന്റെ ഇലയോ തടിയോ മേൽ തട്ടി അതിന്റെ നീര് ശരീരത്തിലാവാനിടയായാൽ പൊള്ളലും തിണർപ്പും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള, വലിയ അസ്വസ്ഥതയും അതുപോലെ ചർമ്മരോഗവും ഒക്കെ ആയിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് എന്നാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോ ഈ നമുക്ക് പരിചയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഷജറത്ത് എന്ന കോൺസെപ്റ്റ് നമുക്കറിയാം. അതുപോലെ മനുഷ്യന് വലിയ ദ്രോഹം ഉണ്ടാക്കുന്ന, അസ്വസ്ഥത സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള എന്തോ ഒരു ഫലം ഉളവാക്കുന്ന ഒരു വൃക്ഷത്തിന്റെ നീരിനെ കുറിച്ചും അറിയാം. അപ്പൊ അത് ഫെമിലിയർ ആയ ഒരു കാര്യം തന്നെയാണ്. ഏത് സംഗതിയും നമ്മൾ ഫെമിലിയർ ആവുന്നത് ഗ്രാജുവൽ ആയിട്ടാണ്, ഒറ്റയടിക്കല്ല. അപ്പൊ ഷജറത്ത് എന്താണെന്ന് അറിയാം, സഖൂം എന്താണെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കും. ഇതാണ് പ്രാഥമികമായിട്ട് അത് സംബന്ധമായിട്ടുള്ളത്. പിന്നെ റുഊസു ഷയാത്തീൻ എന്നത്, ഷെയ്ത്താൻ എന്നത് നമുക്ക് ഒരിക്കലും നമ്മൾ അഭികാമ്യമായി കാണുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി അല്ല എന്നത് എല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിന്റെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തിന് പരിചയമുള്ള ഒരു ആശയമാണ് ഷെയ്ത്താൻ. മാത്രമല്ല, മനുഷ്യൻ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ഷെയ്ത്താനെ മനുഷ്യന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ എന്ന് ഷെയ്ത്താനെ കുറിച്ച്, നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് ഷെയ്ത്താൻ എന്ന നിലക്ക്. സ്വർഗത്തില് ഷെയ്ത്താൻ ജന്നത്തിൽ വെച്ച് ആദമിനെയും ഹവ്വയെയും പിഴപ്പിക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു താക്കീത് ചെയ്യുകയും പരിചയപ്പെടുത്തി കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ഷെയ്ത്താൻ എന്ന ആശയം ഫെമിലിയർ ആയതാണ്. ഇനി ഷെയ്ത്താന്റെ തല എന്ന് പറയുമ്പോൾ അത് അതിന്റെ ലിറ്ററൽ ആയിട്ട് നമ്മൾ കാണണ്ട. ഷെയ്ത്താന്റെ തല എന്ന് പറഞ്ഞാൽ ഏത് സംഗതിയുടെയും തലയാണ് ഏറ്റവും പ്രധാനമായത്. അപ്പോ ഒരു സംഗതിയുടെ പ്രാധാന്യം അതിന്റെ ദ്രോഹവും അതുകൊണ്ടുള്ള കുഴപ്പവും ഒക്കെ ആണെങ്കിൽ അതിന്റെ തലയായിരിക്കുമല്ലോ ഏറ്റവും വലിയ കുഴപ്പം. ഇപ്പൊ പാമ്പ് ഉദാഹരണത്തിന് മനുഷ്യന് ഹാംഫുൾ ആയ ഒരു സൃഷ്ടിയാണ്, ഒരു ജീവിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോ പാമ്പിന്റെ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളല്ല, തല തന്നെയാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് നമ്മൾ കാണാറുള്ളത്. അതുപോലെ ഈ ഷജറത്തുൽ സഖൂമിന്റെ തൊല്ലുകള്, അതിന്റെ നാമ്പുകള്
ഒരു പിശാചുക്കളുടെ ശിരസ് പോലെയാണെന്ന് പറയുന്നത് അത് ഏറ്റവും അതിന്റെ ഹാംഫുൾ ആയ ഒരു സംഗതി. അതിന്റെ രൂപത്തിലും അതിന്റെ ഇമ്പാക്റ്റിലും ഒരേപോലെ ദ്രോഹകരമായതാണ് എന്നൊരാശയമാണ് നമുക്ക് പകർന്നു തരുന്നത്. അതില് ഫെമിലിയർ ആയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അൺഫെമിലിയർ ആയ കാര്യങ്ങളെ ഇമാജിൻ ചെയ്യാൻ വേണ്ടി അള്ളാഹു ഒരു വിവരണം നടത്തി തരികയാണത്. അതില് മനുഷ്യന് മനസ്സിലാക്കായിക എന്ന ഒരു സംഗതി വരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ഉപമ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം, ഏകദേശ ചിത്രം മനസ്സിലുണ്ടാകുന്നതിന് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. ആ ഒരു പേർപ്പസ് ഈ രണ്ട് പ്രയോഗങ്ങൾ കൊണ്ടും നിറവേറും എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഷജറത്ത് സഖൂം എന്നത് സഖൂം അറിയാത്തവർക്ക് പോലും അതൊരു ഹാംഫുൾ ആയ ട്രീ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വൃക്ഷത്തെ സങ്കല്പിക്കാൻ സാധിക്കും. അതേപോലെ ശൈത്താനെ നേരിട്ട് കാണാത്ത ആളുകൾ തന്നെ ശൈത്താനെ കുറിച്ചുള്ള മനസ്സില് പണ്ടേ ആയി മനുഷ്യർക്ക് ഉള്ള ഒരു ധാരണയുണ്ട്. ആ ധാരണ വെച്ചുകൊണ്ട് ശൈത്താന്റെ തല എന്ന് പറഞ്ഞാൽ അത് അത്രയും ഡേഞ്ചറസ് ആയ, അത്രയും ഹാംഫുൾ ആയ ഒരു സംഗതിയാണ് എന്നത് ഇമാജിൻ ചെയ്യുക എന്നത് യാതൊരു നിലക്കും പ്രയാസമുള്ള ഒരു കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ഭൂമി ലോകത്തെ ആദ്യ മനുഷ്യ സൃഷ്ടിപ്പ് ആദം നബി അലി ഇസ്ലാമിൻ്റെതാണെന്നാണല്ലോ വിശ്വാസം. എന്നാൽ ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ഭൂമിയിൽ ജീവിച്ച മനുഷ്യരുടെ ഫോസിലുകളും ശേഷിപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. ഇതൊന്ന് വിശദീകരിക്കാമോ എന്നതാണ് ചോദ്യം. അപ്പൊ ഇതില് ആദം നബി ജീവിച്ചത് ഏത് കാലത്താണ് എന്നത് ഖുർആൻ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല. നമ്മുടെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്ക് എത്ര നൂറ്റാണ്ടുകളാണ് ആദം അലി ഇസ്ലാമിന്റെ കാലശേഷം കടന്നു പോയത് എന്നതും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ചില ഏകദേശ അനുമാനങ്ങൾ നടത്തുന്നത് ബൈബിളില് നൽകുന്ന ചില കാലഗണന വെച്ചുകൊണ്ടാണ്. ബൈബിളിന്റെ കാലഗണന ദൈവികമാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. കാരണം അത് മനുഷ്യന്റെ ഭാവനയിൽ സ്വാഭാവികതയുള്ള വിധത്തിലുള്ള വിവരണങ്ങളാണ് ബൈബിളിലെ പല കാര്യങ്ങളും ഉള്ളത്. അതുകൊണ്ട് ബൈബിള് നൽകുന്ന കാലഗണന വെച്ചുകൊണ്ടാണ് നമ്മൾ വിലയിരുത്തുന്നെങ്കിൽ ഒരു 10,000-10,000 വർഷങ്ങളൊക്കെ മാത്രമേ ലോകത്തിനാകെ മനുഷ്യ സാന്നിധ്യം ഉണ്ടായത് മുതൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവുള്ളൂ. അത്രയൊക്കെ ബൈബിളിന്റെ സൂചന വെച്ചുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 10,000 വർഷം ഒക്കെ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പം ഈ ഭാഷയുടെ ഉൽപ്പത്തി ഒരു അടയാളപ്പെടുത്തലായിട്ട് കാണുകയാണെങ്കിൽ ഒരു 6,000-ലേറെ വർഷങ്ങളാണ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ളത് എന്നത് നമുക്ക് മനുഷ്യോൽപ്പത്തിയുടെ ഒരു തുടക്കം എങ്ങനെയാണ്, എപ്പോഴാണെന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു ക്ലൂ ഒക്കെ തരുന്നുണ്ട്. അപ്പം ആ നിലയ്ക്ക് ഒരു കാൽക്കുലേഷൻ നടത്തിയാൽ നമുക്ക് നിലവിൽ ഒരു 10,000 വർഷം എന്നൊക്കെ ഗണിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഒരു വശത്തുള്ള ഒരു ഫാക്ട്. മറുവശത്ത് ശാസ്ത്രം നിങ്ങൾ സൂചിപ്പിച്ച വിധത്തില് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യരുടെ ഫോസിലുകളുടെ കാര്യം പറയുന്നുണ്ട്. ഒന്ന്, ഇത് എത്രത്തോളം സത്യസന്ധമാണെന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഈ പരിണാമവാദം കത്തിപ്പിടിച്ച കാലത്ത് ലോകത്ത് ശാസ്ത്രം എന്ന പേരിൽ ഒരുപാട് നോൺസെൻസ് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പലതും പരിശോധിക്കുകയോ അല്ലെങ്കിൽ വിലയിരുത്തുകയോ ചെയ്യാതെ പ്രചാരം നേടിയിട്ടുമുണ്ട്. ഇപ്പോ പരിണാമത്തിന്റെ കഥകൾ പലതും നമ്മള് ഇപ്പോ അമേരിക്കൻ കോൺഗ്രസിൽ തന്നെ ഈ അടിമത്തത്തിനുള്ള ന്യായീകരണമായിട്ട് പരിണാമവാദത്തിന്റെ ചില ആശയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് അമേരിക്കൻ കോൺഗ്രസിന്റെ രേഖകളിൽ ഇപ്പോഴും കാണും. അത് 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ, 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് ക്രിസ്ത്യാനിറ്റി ഈ അടിമത്വം അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ, ക്രിസ്തുമതം അതിനെതിരാണെന്നുള്ളത് കൊണ്ട് തന്നെ ക്രൈസ്തവര് അടിമകളെ വ്യാപാരം ചെയ്യുന്നതൊക്കെ അംഗീകരിക്കാൻ പ്രയാസമുണ്ടായ ഒരു ഘട്ടത്തില് ഇവരെ മനുഷ്യരല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആഫ്രിക്കയില് ജീവിക്കുന്ന കറുത്ത വർഗക്കാരായ ആളുകള് മനുഷ്യരല്ല, അവര് പരിണാമത്തിന്റെ ദശയിലുള്ള ഒരു
സ്പീഷീസ് ആണ്. യഥാർത്ഥ മനുഷ്യനിലേക്ക് എത്തുന്നതിന്റെ മുമ്പുള്ള ഒരു ഘട്ടമാണ് അവര് എന്നൊക്കെ പറഞ്ഞ് പറയുന്ന വിധത്തിലുള്ള പ്രബന്ധങ്ങള് ശാസ്ത്രത്തിന്റെ പേരിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ അതൊക്കെ മനുഷ്യന്റെ പല സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി തൽക്കാലത്തിന് കറുത്തവരെ അല്ലാതെ കണ്ടാൽ മതി, എന്നാൽ അവരെ അടിമകളാക്കി വ്യാപാരം ചെയ്യാം, പണിയെടുപ്പിക്കാം എന്ന ഒരു വക്ര മനസ്സ് വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ ഈ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഫോസിലുകൾ എന്നൊക്കെ പറയുന്നത് ഞാനും നിങ്ങളും ഇത്തരം ഘട്ടങ്ങളിൽ ഉണ്ടാക്കി ലോകത്തിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ട പല സംഗതികളെയും അതേപടി വിശ്വസിച്ചുകൊണ്ടാണ് അത് ശരിയാണ് എന്ന നിലക്ക് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോ അതില് പക്ഷെ എത്രത്തോളം അത് ആശ്രയിക്കാൻ പറ്റും എന്നത് നമുക്ക് ഇപ്പോഴും ഒരു ധാരണയില്ല. അതുപോലെ തന്നെ ഒരു മേഖലയാണ് ഈ പ്രകാശവർഷങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഈ കോസ്മോളജിയിലെ പല നിരൂപണങ്ങളും വിലയിരുത്തലുകളും ഒക്കെ. ദശലക്ഷക്കണക്കിനുള്ള പ്രകാശവർഷം എന്നൊക്കെ കണ്ട് പറയുന്നത് കാണാം. അതൊക്കെ എത്രത്തോളം നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു കാൽക്കുലേഷൻ ആണ് എന്നത് വളരെ ഡൗട്ട്ഫുൾ ആണ്. അപ്പോ ഈ വിഷയകമായിട്ട് ഒന്ന് ബൈബിളിന്റെ സ്രോതസ്സിലോ അല്ലെങ്കിൽ മറ്റു സൂചനകളിലോ മനുഷ്യോൽപത്തി മുതൽ നമ്മുടെ കാലം ആകുന്നത് വരെ ആയിട്ട് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞു എന്നത് നമുക്കൊരു വശത്ത് കൃത്യമായ ധാരണ ഇല്ല. മറുവശത്ത് ശാസ്ത്രം പറയുന്നത് ശരിക്കും ശാസ്ത്രം തന്നെയാണോ, അതല്ല പല താല്പര്യങ്ങളുടെയും പേരിൽ ഉണ്ടാക്കി മനുഷ്യരെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെട്ട സംഗതിയാണോ എന്നതും നമുക്ക് ബോധ്യമില്ല. ഈ കാരണങ്ങളാൽ നമുക്ക് ഇതിനൊരു കൃത്യത പറയാൻ കഴിയില്ല. കാരണം ഇതേ ശാസ്ത്രം തന്നെയാണ് തീർത്തും അടിസ്ഥാനരഹിതമായ പരിണാമവാദം മുന്നോട്ട് വെക്കുന്നതൊക്കെ. അതൊക്കെ ഒരു വാദം മാത്രമാണ് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അതുകൊണ്ട് ഈ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഈ ചോദ്യത്തിന് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. മനുഷ്യന് ലഭ്യമായ അറിവ് വെച്ചുകൊണ്ട് മനുഷ്യോൽപത്തി മുതൽ ഇന്ന് വരെയുള്ള കാലം എത്രയാണ്. അപ്പൊ അതുപോലെ വേറൊരു അപകടം നിറഞ്ഞൊരു മേഖലയാണ് ഈ ഫോസിലുകളുടെ കാലനിർണയം. അത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാലനിർണയമാണ്, ഫോസിലാണ് എന്ന്, ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ജീവിച്ച മനുഷ്യന്റെ ഫോസിലാണ് എന്നൊക്കെയുള്ള ഈ വിവരണം എത്രത്തോളം അത് ശരിയാണ് എന്നത് നമുക്ക് അറിയില്ല. ഇപ്പം ബാബരി മസ്ജിദിന്റെ നിലനിന്നിരുന്ന അയോധ്യ ഭൂമിയിൽ ഈ ആർക്കിയോളജിക്കൽ സർവേക്കാര് ഖനനം ചെയ്തിട്ട് പല സംഘപരിവാറിനെ സഹായിക്കാൻ വേണ്ടിയുള്ള പല റിപ്പോർട്ടുകളും കൊടുത്ത സംഗതികൾ നമുക്ക് അറിയുന്നതല്ലേ. അപ്പം ആദ്യത്തിലൊക്കെ പറഞ്ഞിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തെ തകർത്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ട പള്ളിയാണത്, അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ആർക്കിയോളജി വകുപ്പ് അതിനുവേണ്ടി വിലക്കെടുക്കപ്പെട്ടതായിരുന്നു എന്ന വസ്തുത എത്ര പേർക്ക് അറിയാം? അപ്പൊ ഈ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ എന്നിട്ട് അവർക്ക് അനുകൂലമായ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾക്ക് അവർ വലിയ പാരിതോഷികങ്ങളും വലിയ അവാർഡും ആദരിക്കലും ഒക്കെ ഉണ്ടാക്കിയത് അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഈ അത്തരം വിധികൾ നടത്തിയ, അനുകൂലമായി വിധി നടത്തിയ സുപ്രീം കോടതി ജഡ്ജിമാര് തന്നെ ഇപ്പോഴെവിടെയുള്ളത് എന്നുള്ളത് ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വിധിയൊക്കെ എങ്ങനെ നേടിയെടുത്തു എന്നത്. അപ്പൊ ഇതൊന്നും 100% നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഡേറ്റ അല്ല, ഇൻഫർമേഷൻ അല്ല. ഇസ്ലാമിന്റെ പ്രതാപകാലത്ത് ഇസ്ലാമിക ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടെത്താൻ പറ്റിയ, അവര് സ്ഥാപിച്ച കാര്യങ്ങളും അല്ല. യൂറോപ്യൻ ശാസ്ത്രകാരന്മാരുടെ ഈ കാര്യങ്ങളിലുള്ള സത്യസന്ധത എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത് വിലയിരുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇത് സംബന്ധമായ ഒരു ധാരണയിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. അത് കാലം കൊണ്ട് സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അല്ലാഹു ആലം എപ്പോഴാണ് അത് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഇതിലൊരു നിലപാടെടുക്കുക നിലവില് സാധ്യമല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പിന്നെ ഒരു ചോദ്യം കൂടി കേൾപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ബഹുദൈവത്വം ഉദാത്തമായ മതസ്വാതന്ത്ര്യത്തിന്റെ സൂചനയാണ്. അതല്ലേ യഥാർത്ഥത്തിൽ ദൈവികമായത്? ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ദൈവം എങ്ങനെ നോക്കി നടത്തും? ഇത് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക്
പരിഗണിക്കാം. ഇന്ന് സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.